ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമായി വിഴിഞ്ഞം മാറിയതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് നേരിട്ടുള്ള സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആദ്യ കയറ്റുമതി കണ്ടെയ്നറിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന ദിനമാണിത്. 6 ഭൂഖണ്ഡങ്ങളിലേക്കുള്ള വലിയൊരു വാതിൽ നാം തുറന്നു കഴിഞ്ഞു. ഈ വാതിലിലൂടെ ലോകമെമ്പാടും കടന്നുപോകേണ്ടത് കേരളത്തിന്റെ സ്വന്തം വിയർപ്പും വൈദഗ്ധ്യവും ഉൽപ്പന്നങ്ങളുമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ ഒരു തുറമുഖത്തിനുമില്ലാത്ത ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത് എന്ന് അഭിമാനകരമായ നേട്ടമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആർക്കും ഒരു അപകടമില്ലാതെ ഭംഗിയായി കയറ്റിറക്കുമതി ജോലികൾ ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ്. നമുക്കറിയാം, ഈ പോർട്ടിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന് കുറെ ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഞാൻ ഇതിനു മുൻപ് ഇവിടെ നടന്നൊരു സമ്മേളനത്തിൽ വെച്ച് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ കഴിഞ്ഞ 10 വർഷം നമ്മളത് മിസ് ചെയ്തു. ഞാൻ ഓർക്കുന്നു, റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും കൂടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തു തീർക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പോർട്ടിന്റെ കിട്ടുന്ന ഗുണത്തിന്റെ 100 ഇരട്ടിയായിരുന്നേനെ ഇപ്പോൾ ഇതിന്റെ കിട്ടുന്നതിന്റെ നേട്ടം. വൈകിപ്പോയി. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ സുപ്രധാന നാഴികക്കല്ലായ മിഷൻ സമുദ്ര പദ്ധതിക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിച്ചു. മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി, തുറമുഖ വകുപ്പ് സെക്രട്ടറി രത്തൻ യു ഖേൽക്കർ, അദാനി പോർട്ട് സിഇഒ അഞ്ജലി ഗുപ്ത തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി വിവേക് ചേരുന്നുണ്ട്. വിവേക്, വളരെ സുപ്രധാനമായ നാഴികക്കല്ലാണിന്ന് വിഴിഞ്ഞത്ത് നടന്നത്. പുതിയൊരു യുഗത്തിന്, വാണിജ്യപരമായ വലിയൊരു ചരിത്രത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ലോകത്തിലേക്ക് കേരളത്തിന്റെ ഒരു വികസന കവാടം തുറന്നിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള കയറ്റിറക്കുമതി പദ്ധതി, അതായത് എക്സിം ഇമ്പോർട്ട് ഓപ്പറേഷൻസ് ഔദ്യോഗികമായിട്ട് ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നിലമേലിൽ നിന്നുള്ള ഒരു കണ്ടെയ്നറും അതേപോലെ മറ്റൊരു കണ്ടെയ്നറും ഇന്ന് 2 രാജ്യങ്ങൾ, യൂറോപ്യൻ 2 രാഷ്ട്രങ്ങളിലേക്ക് ഇന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ചടങ്ങും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒഫീഷ്യലായി ഫ്ലാഗ് ഓഫ് ചെയ്തു. നമുക്കറിയാം, ഈ ഒരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നും ഏത് ഉൽപ്പന്നവും ഏത് രാജ്യത്തിലേക്കും വേണമെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ടെക്നിക്കലി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇവൻ ദോ അതിനകത്ത് ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഇനി ബാക്കിയുണ്ടെങ്കിലും ഏത് ഉൽപ്പന്നവും, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ മെറൈൻ പ്രൊഡക്ട്സ്, റബ്ബർ, അതേപോലെ മറ്റു പല ഹാൻഡ്ലൂം ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അങ്ങനെ ഒരുപാട് കേരളത്തിൽ നിന്നും ഉണ്ടാക്കി കേരളത്തിൽ നിന്ന് തന്നെ മാനുഫാക്ചർ ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഉതകുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അത് തന്നെ നമുക്കറിയാം, നമുക്ക് പല ഇതുപോലുള്ള പ്രൊഡക്ട്സും എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് പരിമിതികൾ നമുക്കുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് ഈ ഒരു പുതിയൊരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓപ്പറേഷൻസ് തുടങ്ങുന്നതോടെ നമുക്ക് ഡയറക്റ്റായി ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു വലിയൊരു ഉദ്യമത്തിന് തന്നെ തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, ഇതിന്റെ ഏറ്റവും വലിയ ഈ ഒരു പോർട്ടിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്നുള്ളത് വിഴിഞ്ഞം പോർട്ട്, അതായത് ഇന്റർനാഷണൽ ഈസ്റ്റ് വെസ്റ്റ് ബോർഡറുമായി ജസ്റ്റ് 20 നോട്ടിക്കൽ മൈൽ ദൂരെയാണുള്ളത്. അതുമാത്രമല്ല, ഇവിടത്തേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇത്രയും കാലം ഇങ്ങനെയുള്ള എക്സ്പോർട്ടൊക്കെ നമ്മൾ പൊതുവെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊളംബോ അല്ലെങ്കിൽ സിംഗപ്പൂർ അല്ലെങ്കിൽ ദുബായ്, അബുദാബി പോർട്ടിനെയാണ്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇവിടെ നമ്മൾ വികസിപ്പിച്ചെടുത്ത ഇവിടെ നിന്നുണ്ടാക്കിയെടുത്ത നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾ, അതേപോലുള്ള മെറൈൻ പ്രൊഡക്ട്സ്, പിന്നെ സ്പൈസ് പ്രൊഡക്ട്സ്, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ചക്ക, അതുപോലുള്ള പല കാര്യങ്ങളും ഇവിടുന്ന് ഡയറക്റ്റായി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു വലിയൊരു ഇതിന്റെ തന്നെ ഉദ്യമത്തിന് തന്നെ തുടക്കം കുറിക്കുകയാണ്. അത് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സദസ്സിനെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞതും. ഇന്ന് CPM-നെ പ്രതിനിധീകരിച്ച് മുൻ മുഖ്യമന്ത്രി വരാനിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് ഒരു സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹം വരുന്നില്ല. അതുമാത്രമല്ല, BJP നേതാക്കളും കേന്ദ്രമന്ത്രിയും ഇന്നത്തെ പരിപാടിയിൽ ഉണ്ടായില്ല. അവർ മറ്റൊരു വിഷയത്തിന്റെ ഭാഗമായതുകൊണ്ടും, അതായത് വന്ദേമാതരവുമായി ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് അവർ ബഹിഷ്കരിക്കാനുണ്ടായത്.
അതുകൊണ്ട് ഇന്ന് കോൺഗ്രസ് നേതാക്കളും അവിടെയുള്ള കോവളത്തിന്റെ MLA-മായ എം വിൻസെന്റ്, പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി, അങ്ങനെയുള്ള മറ്റു പ്രതിനിധികളും അതേപോലെ അദാനി പോർട്സിന്റെ മറ്റു പ്രതിനിധികളുമാണ് ഇന്ന് അവിടെ ഉണ്ടായിരുന്നത്. വളരെ വലിയൊരു ഇന്നത്തെ ഒരു ചടങ്ങ് 10:15 തുടങ്ങിയത്. മുഖ്യമന്ത്രി ഏകദേശം ഒരു 9:30 പോർട്സിന്റെ ഓഫീസിൽ വരികയും അതിനുശേഷം അവിടെയുള്ള പ്രതിനിധികളുമായി 25 മിനിറ്റ് സംസാരിക്കുകയും അതിനുശേഷമാണ് അദ്ദേഹം ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. അതിനുശേഷമായിരുന്നു അദ്ദേഹം വിഴിഞ്ഞത്തെക്കുറിച്ചും വിഴിഞ്ഞത്തിന്റെ ഭാവിയെക്കുറിച്ചും എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ കുറിച്ചും അത് കേരളത്തിന് എങ്ങനെ അത് ഗുണം ചെയ്യും, പ്രത്യേകിച്ച് എക്കണോമിക്കലി നമുക്ക് എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇവിടുത്തെ മാനുഫാക്ചറിംഗ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ശരി വിവേക്, വ്യക്തമാണ്.